ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ ഈ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഇപ്പോഴത്തെ റീസെന്റ് നമ്മുടെ സൊസൈറ്റി നടന്നിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ബസ്സിലൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ ഷിംജിത എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ എടുക്കുകയും കുറ്റം ആരോപിക്കുകയും അയാൾ പോയി ആത്മഹത്യ ചെയ്യുകയും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതുമായിട്ട് ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100% ഞാൻ പറയുന്നു, ഈ തെറ്റ് ചെയ്തിരിക്കുന്നത് പെൺകുട്ടി തന്നെയാണ്. ആ വീഡിയോ ഞാൻ ഒരുപാട് തവണ കണ്ടു. ഒരുപാട് തവണ വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 പ്രാവശ്യത്തിൽ കൂടുതൽ ഞാൻ ആ വീഡിയോ കണ്ടു. അതിനകത്ത് യാതൊരു രീതിയിലും ആ ഒരു ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് കണ്ടുപിടിക്കാനേ പറ്റിയില്ല. എനിക്കെന്നല്ല, അത് കണ്ട ആർക്കും മനസ്സിലാകും, ഏത് 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 പൊടനും മനസ്സിലാകും ഈ സംഭവം ചെയ്തിരിക്കുന്നത് ഇയാളൊന്നും ചെയ്തിട്ടില്ലെന്ന്. കാര്യം ഇയാൾ ഇറങ്ങിപ്പോകാൻ വേണ്ടി, ഇയാൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഈ പെണ്ണ് ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ നിന്ന് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഒരു വീഡിയോ വൈറലാക്കാൻ വേണ്ടിയിട്ട് അത്ര കഥ പതിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടല്ലേ ഈ ലോകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വീഡിയോ വൈറലായോ ഇല്ലയോ, എന്തായാലും വൈറലായി. ആ ഒരു പാവം പിടിച്ചൊരു മനുഷ്യന്റെ ജീവിതം ഇല്ലാതായി. ഒരു കുടുംബത്തിന് നാഥം നഷ്ടപ്പെട്ടു. ഇതിനൊക്കെ ആര് ഉത്തരവാദിത്തം പറയും? ഇവളെ കൊണ്ട് പറ്റുവോ? ആ അച്ഛനും അമ്മയ്ക്കും ഒരു നേരത്തെ ആഹാരം കൊണ്ട് കൊടുക്കുക ഇവളെ കൊണ്ട് പറ്റുമോ? ഈ പറയുന്നത് എന്നെ കൊണ്ട് പറ്റുമോ? ആ ഒരു മകന്റെ സ്ഥാനത്തേക്ക് വരാൻ ആർക്കെങ്കിലും സാധിക്കുവോ? ഇപ്പം 3 ലക്ഷം രൂപ എല്ലാവരും കൂടെ പിരിവ് ചെയ്ത് കൊടുത്തെന്ന് പറയുന്ന, അതുകൊണ്ട് തീരുവോ? അവരുടെ ദുഃഖം തീരുവോ? ഒരിക്കലും തീരത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ കാണുന്ന പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ സത്യമായിട്ട് ഞാൻ അപേക്ഷിക്കാൻ പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അഥവാ ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ പ്രതികരിക്ക്. നിങ്ങൾ ധൈര്യമായിട്ട് പ്രതികരിക്ക്. ഉറപ്പായിട്ടും നിങ്ങളുടെ ചുറ്റുമുള്ള പുരുഷന്മാർ നിങ്ങളെ സഹായിക്കും. ആ ബസ്സിലുള്ള സ്ത്രീകളും പുരുഷന്മാരും നിങ്ങളെ സഹായിക്കും. ബസ്സിലാണെങ്കിലും ഏതൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിലാണെങ്കിലും അൺലെസ് അണ്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കെ, അവിടെ റിസ്ക് ഉണ്ട്. അത് അല്ലെങ്കിൽ നിങ്ങളൊരു കൂട്ടത്തിൽ നടക്കായിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കും. ഉറപ്പായിട്ട് നിങ്ങളെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഒരാൾ മോശമായിട്ട് ടച്ച് ചെയ്യുമ്പോൾ, അങ്ങനെ നിങ്ങൾക്ക് ടച്ച് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതികരിക്കാൻ പഠിക്കുക. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ ആദ്യം വീഡിയോ ആണ് എടുക്കുന്നത്. ഇതൊന്നും ആർക്കും ആദ്യമായിട്ടല്ല, കേരളത്തിലും ഇന്ത്യയിലും ഒന്നും ആദ്യമായിട്ട് ഉണ്ടാകുന്ന സംഭവമൊന്നുമല്ല സ്ത്രീകൾക്ക് നേരെ. ഒരുപാട് സംഭവം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും പ്രതികരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾക്ക് പെൺകുട്ടികൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉണ്ട്. ഇതെല്ലാ സംഭവങ്ങളും ഉണ്ട്, ഇല്ലാത്ത കാര്യമൊന്നും അല്ല. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ക്യാമറ ഓൺ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രതികരിക്കുക. നിങ്ങളൊരു അടി കൊടുക്ക്. അതെന്താ നിങ്ങളെ കൊണ്ട് പറ്റാത്തത്? ഓക്കെ, എല്ലാവരെ കൊണ്ട് അത് പറ്റത്തില്ല. എല്ലാവരും ഒരു അച്ഛനും അമ്മയും അല്ലല്ലോ എല്ലാവരുടെയും. ഓരോരുത്തരുടെ സ്വഭാവം വ്യത്യാസമാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സൗണ്ട് ഉണ്ടല്ലോ, സൗണ്ട് ഉയർത്തി നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുക. സൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും കൈകൊട്ടിയോ എങ്ങനെയെങ്കിലും നിങ്ങൾ ആൾക്കാരെ കൂട്ടി നിങ്ങൾ ഇത് പ്രശ്നമാക്കുക. എന്നിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലോ എന്താന്ന് വെച്ചാൽ ചെയ്യുക. അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം നിങ്ങളെ മോശം ടച്ച് ചെയ്തെന്ന്. അല്ലാതെ ഒരു പാവം പിടിച്ച ഒരു ചെറുപ്പക്കാരന്റെ മേലില്, ഒരു പാവം പിടിച്ച ഒരു മനുഷ്യന്റെ മേലിൽ കുറ്റം ആരോപിച്ചിട്ട് അവരുടെ ജീവൻ നഷ്ടപ്പെടണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കാലത്തും നിങ്ങൾ ഗതി പിടിക്കത്തുമില്ല. നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകത്തില്ല. മനസ്സിലായോ? നിങ്ങൾ അതിനകത്തൊരു പാട്ട് കുത്തിക്കയറ്റി നിങ്ങൾ റീൽസ് ഉണ്ടാക്കിയിട്ടോ നിങ്ങൾ ഒരു സ്റ്റോറി ചെയ്തിട്ടോ അതിനകത്തൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും അല്ല നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ. അത് ഒന്നാമത്തെ കാര്യം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഉള്ള പേഴ്സണൽ എക്സ്പീരിയൻസ് നമ്മുടെ എല്ലാവരുടെ, ഏതൊരു പെൺകുട്ടികളുടെ ആണെങ്കിലും സ്ത്രീകളുടെ ആണെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകാത്ത ആരും തന്നെ കാണത്തില്ല. അങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇനിയുള്ള തലമുറയിലെങ്കിലും, ഇനിയുള്ള പെൺകുട്ടികൾക്കെങ്കിലും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ, സുരക്ഷിതമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ, സുരക്ഷിതമായിട്ട് ഒരു ആൾക്കൂട്ടത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ. ഓക്കെ, അത് രണ്ടാമത്തെ കാര്യം. എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ഭയങ്കര, എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോഴത്തേക്കിനും അത് വല്ലാത്തൊരു ഭീകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇപ്പോഴും എനിക്കൊരു ക്രൗഡിനെ പേടിയാണ് ഈ ഒരു ഇൻസിഡന്റ് കാരണം. ഇത് സംഭവിക്കുന്നത് എനിക്കൊരു 10-11 വയസ്സേ ഉള്ളൂ. ആ ഒരു പ്രായത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇത് നടക്കുന്നത് ഞങ്ങൾ കോട്ടയത്ത് മണർകാട് പള്ളിയിൽ എല്ലാ വർഷവും ഞങ്ങൾ പെരുന്നാളിന് പോകും. എല്ലാ വർഷവും പെരുന്നാളിന് പോകുമ്പോൾ നിങ്ങൾക്ക് കോട്ടയത്തുള്ളവർക്ക് അറിയായിരിക്കും, അവിടെ ഈ മണർകാട് പള്ളിയിലെ പെരുന്നാളിന് ഒരു സൂചി കുത്താൻ പോലും ഇടം കാണത്തില്ല ഈ പെരുന്നാളിന്റെ അന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് ഈ ആൾത്താരക്കകത്തോട്ട് നമ്മൾ കയറിയിട്ട് മാതാവിന്റെ രൂപത്തിൽ ചുംബിക്കാനും നമുക്ക് അവിടുന്ന് കുറച്ച് നേർച്ച ഇതൊക്കെ തരും. അത് മേടിക്കാൻ നമ്മളെല്ലാവരും ഇങ്ങനെ കൂട്ടമായിട്ടാണ് കയറുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ, ജനനിബിഡമാണ് ചുറ്റും, പള്ളിയുടെ ചുറ്റും പള്ളിക്കകത്തും. അങ്ങനെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, ഇത് നേർച്ച വാങ്ങിക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്ക് 10-11 വയസ്സ് പ്രായമേ ഉള്ളൂ. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ചവിട്ടുന്ന പോലെ എനിക്ക് തോന്നും. അപ്പൊ എന്റെ വിചാരം ആരോ കുഞ്ഞുങ്ങളെ എടുത്തു വെച്ചിരുന്നിട്ട് അതുങ്ങളെ ചവിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെ തിരിച്ചറിവാകേണ്ട പ്രായമായല്ലോ, 11 വയസ്സുണ്ട്. ഇങ്ങനെ ഒരുപാട് സമയപ്പോഴത്തേക്കും എനിക്കതിങ്ങനെ ഇറുക്കുന്ന പോലെ തോന്നുവാണ്. ഈ ബാക്കിൽ ഇങ്ങനെ ഇറുക്കുന്ന പോലെ തോന്നുവാണ്. അപ്പൊ എനിക്ക് വല്ലാത്തൊരു ഡിസ്കംഫർട്ട് ആയി അത്. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം അന്നൊരു 19 വയസ്സുള്ള ഒരാളാണ് നിൽക്കുന്നത്. അയാൾ ശക്തിയായിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, മോശമായിട്ട് രീതിയിൽ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ. എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് എങ്ങനെ പ്രതികരിക്കണം അറിയത്തില്ല. കാര്യം ഇതുപോലത്തുള്ള ആൾക്കാർ കൂടുതലും ചൂസ് ചെയ്യുന്നത് കൊച്ചുകുട്ടികളെയാണ്. അതിനുശേഷം ഞാൻ പലപ്പോഴും പല വാർത്തകളിലും
ഇതുവരെയുള്ള എന്റെ പ്രായത്തിൽ എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതിൽ കൂടുതലും ഇങ്ങനെയുള്ള ആൾക്കാർ ചൂസ് ചെയ്യുന്നത് കൊച്ചു കുട്ടികളെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവരധികം പ്രതികരിക്കത്തില്ല. അവർക്ക് പേടിയാണ് ബേസിക്കലി. കുട്ടികൾക്ക് ഒന്നാമത്തെ കാര്യം എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയത്തില്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അവർക്ക് പ്രതികരിക്കാൻ പേടിയാണ്. അവർക്ക് ഭയമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കൂട്ടത്തിൽ വരുന്നവര്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വന്നിട്ട് അവർ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കൊച്ചു കുട്ടികളെയാണ്. അവർ വീട്ടിനുള്ളിൽ പോലും സുരക്ഷിതരല്ല. ഇപ്പോഴത്തെ വാർത്തകൾക്കകത്ത് നമുക്കറിയാലോ, വീട്ടിനുള്ളിൽ പോലും സുരക്ഷിതരല്ല. സ്വന്തം മകളെ അച്ഛൻ പീഡിപ്പിക്കുന്നു, കൂട്ടുകാർക്ക് കാഴ്ചവെക്കുന്നു. ആ കുട്ടി ഇത് തുറന്നു പറയുന്ന ഒരു സ്കൂളിലെ ടീച്ചർ നടത്തിയ കൗൺസിലിംഗിലാണ്. അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ കൂടെയാണ് നമ്മുടെ സമൂഹം ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇങ്ങനത്തെ ഫേക്ക് കേസുകൾ വരുന്നത്. അപ്പൊ നമ്മുടെ തന്നെ വിശ്വാസ്യതയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ എന്റെ അനുഭവത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇങ്ങനെ സംഭവിച്ചു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതിനുശേഷം ഞാൻ ഒരു വിധത്തിൽ അവിടുന്ന് ഓടി എങ്ങനെയോ വെളിയിൽ ഇറങ്ങി. എന്റെ അമ്മയും വല്യമ്മ, ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട്. പക്ഷെ ഞാൻ ആരുടെ പറഞ്ഞില്ല. എനിക്ക് പേടിയായിരുന്നു. ഞാൻ ആരടുത്തും ഈ കാര്യം പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് തവണ ഇങ്ങനെ തുടച്ചുകൊണ്ടിരുന്നു. എനിക്ക് വല്ലാത്തൊരു ഡിസ്കംഫർട്ട് ആയി പോയി. എനിക്കത് എന്താണെന്നുള്ള കാര്യം എനിക്ക് അന്ന് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. പക്ഷെ എന്തോ അത് ശരിയല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരുപാട് തവണ വെള്ളം ഒഴിച്ച് ഞാൻ കുളിക്കുന്നു. ഞാൻ ഒരുപാട് വർഷം പിന്നീട് ഞാൻ മനസ്സിൽ ഓരോ വയസ്സ് കൂടുന്തോറും ഈ ഒരു കാര്യം എന്റെ മനസ്സിരുന്നുകൊണ്ട് പിന്നെ ഒരിക്കലും ഈ ഒരു പള്ളിയിലെ പെരുന്നാളിന് ഞാൻ പോയിട്ടില്ല. എന്റെ വീട്ടിൽ ആരെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോഴും ഞാൻ സമ്മതിച്ചിട്ടില്ല. അതിനുശേഷം ഇതുവരെ എനിക്ക് അത്ര ഒരു ക്രൗഡ് കണ്ടാൽ എനിക്ക് പേടിയായി ഇപ്പോഴും. ആ ഒരു ചെറിയ പ്രായത്തിൽ എനിക്കുണ്ടായ ആ ഒരു അനുഭവം കാരണം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും ഒക്കെ അതുകൊണ്ട് മനസ്സിലാവും. അതിനുശേഷം ഞാൻ ഓരോ വയസ്സ് കൂടുന്തോറും, പിന്നെ എനിക്ക് പ്രായമായി വരുന്തോറും, ഇപ്പൊ ഈ 10-30 വയസ്സായി. ഈ ഒരു ടൈമിൽ ഇപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഒരു തെരുവ് നായ ഒരു പേപ്പട്ടി കടിച്ചതായിട്ട് ഞാൻ വിചാരിക്കുക. ഒരുപാട് പട്ടികൾ റോഡിൽ കൂടെ നടക്കുന്നുണ്ടല്ലോ, അതുപോലെ ഒരു പേപ്പട്ടി എന്നെ കടിച്ചതാ എന്ന് ഞാൻ വിചാരിക്കുക. അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതൊരു ആൾക്കാരേക്കകത്ത് ഒരു പള്ളിയിൽ നടന്നൊരു സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ എങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ വിശ്വസിക്കണം, ആരെ നമ്മൾ വിശ്വസിക്കണം? മനുഷ്യരെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു അധപ്പതിച്ചു പോയ ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മുടെ കുട്ടികളെ നമ്മൾ അത്ര സുരക്ഷിതരായിട്ട് അതുകൊണ്ട് നോക്കണം. പെൺകുട്ടികളെ ആണെങ്കിലും ആൺകുട്ടികളെ ആണെങ്കിലും ആരും തന്നെ സുരക്ഷിതരല്ല. അതുപോലെ ഇത്തരത്തിലുള്ള ഫേക്ക് കേസുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കട്ടെ. ശരിക്കും ആരും ഉപദ്രവിക്കപ്പെടാതിരിക്കട്ടെ. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതിന് അനുസരിച്ച് നമ്മുടെ നിയമ സംവിധാനങ്ങൾ വളരട്ടെ. അങ്ങനെയല്ല വേണ്ടത്. ഒരു മനുഷ്യൻ ഒരു കുട്ടീനെ കൈവെക്കണമെന്ന് തോന്നുമ്പത്തേനും അവൻ ആ ഒരു ബോധം വരണം. ഇങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ എന്താണ്, അതിനെക്കുറിച്ച് ഞാൻ ബോധവാനായിരിക്കണം. ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള ഒരു നിയമം ഉള്ളതുകൊണ്ടാണല്ലോ എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്നത്. അത് മാറണം ഫസ്റ്റ്. ഇന്നലെ ഞാൻ കണ്ട ഒരു പഴയ ഒരു കൂട്ടക്കൊലയുടെ കേസിൽ അയാള് 4 പെൺമക്കളെയും, അല്ല 4 മക്കളെ, ഒരു ആൺകുട്ടിയും 3 പെൺപിള്ളാരും, ഭാര്യനെയും കൊന്ന്, അത്രയ്ക്ക് ക്രൂരമായിട്ട് കൊന്ന് 12 വയസ്സുള്ള മൂത്ത മകളെ പീഡിപ്പിച്ചാണ് കൊന്നിരിക്കുന്നത് ഒരു പിതാവ്. എന്നിട്ട് അവന് കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചപ്പോഴത്തേനും സുപ്രീം കോടതി അത് ജീവപര്യന്തമായിട്ട് ഇളവ് ചെയ്തു. മരണം വരെ ജയിലിൽ നമ്മുടെ പൈസയ്ക്ക് അവനൊക്കെ ഉറങ്ങി കഴിയുക. ആരെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? പൊതുജനങ്ങളൊന്നും മണ്ടന്മാരൊന്നും അല്ല. ഞാൻ സാധാരണക്കാരിയാ. എനിക്കിതൊക്കെ മനസ്സിലാകും. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്ക് പ്രതികരിക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടും നമ്മൾ അങ്ങനത്തെ ഉള്ള സമൂഹത്തിൽപ്പെട്ടവരായതുകൊണ്ടും നമ്മളിതെല്ലാം കണ്ടും കേട്ടും അന്താളിച്ച് നിൽക്കും, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ഒരു വശം നമ്മുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഉള്ള സമൂഹം ഇതൊക്കെ മനസ്സിലാക്കുക. മാതാപിതാക്കൾ മനസ്സിലാക്കുക, കുട്ടികൾ മനസ്സിലാക്കുക. ഇതുപോലുള്ള ഫേക്ക് കേസുകൾ ഉണ്ടാക്കാതിരിക്കുക. ശരിക്കുമുള്ള ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹം ഒരു ദിവസം രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കട്ടെ.